2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ചാപ്റ്റർ 10 വേഴ്സ് 15. ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമല്ല, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിപ്പാനും. അവിടെ നമ്മൾ വായിച്ചത്, നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനിട വന്നു. എങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനിട വന്നു. തുടർന്ന് നമുക്കിന്ന് ചിന്തിക്കാനുള്ളത് വിശ്വാസം വർദ്ധിച്ചാലുള്ള ഗുണമാണ് നമ്മൾ ചിന്തിക്കാനിട താല്പര്യപ്പെടുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് നമ്മുടെ ഇടയിൽ തന്നെ വളരെ വലിയ ഫലമുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, കർത്താവേ, ഫലമില്ലാത്ത ഒരു ജീവിതമല്ല നമ്മുടെ ആത്മീക ജീവിതം. ഫലമുള്ള ഒരു ആത്മീക ജീവിതം നയിക്കാൻ ഇടവരണം. ഫലങ്ങൾ കാണാനായിട്ട് കഴിയണം. ദൈവസഭയ്ക്കകത്ത് ആത്മീക ഫലങ്ങൾ കാണാനായിട്ട് കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാനായിട്ട് കഴിയുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ പറയുന്ന കൊരിന്ത്യ സഭയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ വലിയ താല്പര്യവും സന്തോഷവും, താൻ സ്ഥാപിച്ച സഭയെന്ന ഒരു വലിയ സന്തോഷമൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ താൻ കേട്ടു അവിടെ കള്ള അപ്പോസ്തലന്മാർ വന്ന് കയറിയതായിട്ട് കാണുന്നു. അപ്പോൾ കള്ള അപ്പോസ്തലന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളാണ് ഈ സഭ സ്ഥാപിച്ചത്, ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രശംസ എടുക്കാനും അതിനുവേണ്ടി അവരെ ഉത്സാഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ അതിരിനകത്ത് എന്നൊക്കെ പറഞ്ഞ് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ദൈവസഭയ്ക്ക് അകത്ത് വന്ന് കള്ള അപ്പോസ്തലന്മാർ വന്ന് അവർ കള്ളപ്രവാചകന്മാർ വന്ന് ഉണ്ടാക്കുന്ന പ്രതിസന്ധികളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് പറയുന്നത്, പൗലോസിന് നല്ലൊരു ഉറപ്പുണ്ട്, ദൈവസഭയെക്കുറിച്ചൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പിൽ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമുള്ളവരാണ്, നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വന്നാൽ ഇതുപോലെയുള്ള പ്രതിസന്ധികളിലൊന്നും നിങ്ങൾ പരാജയപ്പെട്ടു പോവില്ല, നല്ല ആത്മീക ഫലമുള്ളവരായി നിങ്ങൾ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. നമ്മളിന്ന് ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല, കർത്താവെ, നിങ്ങളുടെ ദൈവസഭയുടെ അകത്ത് കർത്താവെ ഒരു വലിയ വ്യത്യാസം വരേണ്ടതിന് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു കിട്ടണം. വിശ്വാസം വർദ്ധിച്ചാൽ നമുക്ക് വളരെ വലുതായ, അവിടെ പറയുന്ന പദം എനിക്ക് ഭയങ്കര ശക്തി തോന്നി, അത്യന്തം വലുതായ 2 പദങ്ങളാണ് അവിടെ ചേർത്തിരിക്കുന്നത്. അത്യന്തം, നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. അത്രയും വലിയ ഒരു ഫലമാണ് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. അത്യന്തം വലുതായ ഫലം ഉണ്ടാകാൻ എൻ്റെ കൊതി അതാണ്. നമ്മൾ ദൈവസഭ എന്ന് പറഞ്ഞൊരു ചടങ്ങ് നടക്കുന്ന, ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലമായി മാറാതെ ആ ദൈവസഭയുടെ അകത്ത് ദൈവിക വിടുതലുകൾ നടക്കുന്ന, ദൈവികമായ നന്മകൾ പ്രാപിക്കുന്ന, കർത്താവെ, സഭയിൽ വരുന്ന എല്ലാവരും പറയുക, നിങ്ങൾക്ക് ദൈവസഭയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല, ഈ ദൈവകൃപയിൽ നിന്ന് നിങ്ങൾക്ക് അകന്നു നിൽക്കാൻ കഴിയില്ല, ദൈവകൃപയിൽ നിന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പ്രാപിക്കുന്ന നന്മ അത്ര വലുതാണ്, ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം വരുന്നത്, ദൈവകൃപ അനുഭവിക്കുന്നത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയത്തക്കവണ്ണം ആ ആത്മീക ചൈതന്യം, ആത്മീക വിടുതൽ ദൈവസഭയുടെ അകത്ത് നമ്മുടെ ഇടയിൽ, അവിടെയാണ് ആ പദങ്ങൾക്ക് വലിയ ശക്തിയാണ്. നിങ്ങളുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ, കുടുംബങ്ങളുടെ ഇടയിൽ, വ്യക്തികളുടെ ഇടയിൽ, ഓ ഹല്ലേലൂയ, അങ്ങനെ ആ വലിയ ശക്തി വ്യാപരിക്കുന്നത്, വലിയ ഫലമുണ്ടാകുന്നത്, അത് കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ സമയത്ത് വിശ്വാസം കുറഞ്ഞു പോവുകയാണ്, വിശ്വാസം തടുത്തു പോവുകയാണ്, വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ദൈവസഭ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ, ആത്മശക്തിയുടെ വലിയ വ്യാപാരത്താൽ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ദൈവ സന്ദേശം നൽകുന്ന അതേ സമയം തന്നെ ഹൃദയത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവ്, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഓ ഹല്ലേലൂയ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. എല്ലാവർക്കും വിശ്വാസമില്ല. പ്രാർത്ഥനയിൽ ഇരിക്കുന്ന എല്ലാവർക്കും വിശ്വാസം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പലരുടെയും വിശ്വാസം ചോർന്നു പോയിട്ടുണ്ട്, പലരുടെയും വിശ്വാസം തണുത്തു പോയിട്ടുണ്ട്, പലരുടെയും വിശ്വാസം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇടവന്നത്. പത്രോസിന്, അപ്പോസ്തലന് വിശ്വാസം പോയി പോകുമെന്ന് കണ്ടിട്ടാണ് യേശു അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കി, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി എത്ര അധികം പരസ്പരം നമ്മൾ പ്രാർത്ഥനയിൽ പോരാടേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിൽ പോരാടുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. വിശ്വാസം വർദ്ധിച്ചേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് വരാൻ പോവുകയാണ്. വിശ്വാസം കൊണ്ട് സാധിക്കുന്ന 10 കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നത്. ആ 10 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക്
പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്ന 10 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 5-20. അവിടെ പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, അത് നമുക്കിവിടെ വായിക്കാം. മത്തായി 9:2. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സന്ദർഭം നമുക്കറിയാം. പക്ഷപാതക്കാരനെ 4 ആൾ ചുമന്നു കൊണ്ടുവരുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. വിശ്വാസം വർദ്ധിച്ച ഒരു വിശ്വാസത്തിൻ്റെ വലിയ ദൃശ്യമാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. പുരയുടെ മേൽപ്പുര പൊളിച്ച് ഒരു പക്ഷപാതക്കാരനെ ഇറക്കിക്കൊണ്ടുവരുന്ന രംഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വർധനവ് എത്ര വലുതാണെന്ന് പറയാനായിട്ട് കഴിയുന്നു. പലരും എനിക്ക് ചരിത്ര സന്ദർഭമായിട്ട് വിശദീകരിക്കാറ് വരണ്ട കൈയുള്ള മനുഷ്യന് സൗഖ്യം കിട്ടിയവനും, അതുപോലെ കാഴ്ച പ്രാപിച്ചവനും, അതുപോലെ മുടന്ത് മാറിയവനും, അങ്ങനെ യേശുക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിച്ച പലരും നടന്നു വരുന്ന സമയത്ത് അവർ യേശു ഉണ്ടെന്ന് കേട്ടിട്ട് അവിടേക്ക് ഓടി വരുന്ന സമയത്താണ് ഈ പക്ഷപാതക്കാരനെ കാണുകയും അവർ തമ്മിൽ വിശ്വാസം വർദ്ധിച്ചു അവരാണ് ഈ കട്ടിലിൻ്റെ 4 കാല് പിടിച്ചതെന്നൊക്കെ പറയാറുണ്ട്. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. ദൈവികമായ അത്ഭുതങ്ങൾ പ്രാപിച്ച, ദൈവികമായ സൗഖ്യം ലഭിച്ചവരിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ വിശ്വാസം അത് മറ്റൊരുത്തരിൽ പകർന്നു കൊടുത്തു. അവനോട് പറഞ്ഞു, നിങ്ങൾ നിന്നെ എടുത്തുകൊണ്ട് പോകാം, നിന്റെ ഇത്രയും നാളായി നീ തളർന്നു കിടക്കുന്ന സിറ്റുവേഷൻ മാറി, നിന്റെ അവസ്ഥ മാറി, നിന്റെ ജീവിതത്തിന് വീണ്ടും ചൈതന്യം ലഭിപ്പാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, ലോകരക്ഷിതാവ് ഇവിടെ വന്നിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുന്ന നസ്രയനായ യേശു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വാസത്തോടെ പോയി. ചെന്നപ്പോഴോ ഒരു കാരണവശാലും അകത്ത് കയറാനേ കഴിയുന്നില്ല. അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നത് കൊണ്ട് എങ്ങനെയും യേശുവിന് മുന്നിൽ എത്തിക്കേ പറ്റൂ. നമ്മുടെ വിശ്വാസം കൊണ്ട് ഒന്നാമത് നമ്മൾ എത്തുന്നത് യേശുവിൻ്റെ അടുക്കിലെത്തുകയാണ്. വിശ്വാസം വർദ്ധിക്കും തോറും ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. വിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നതിന് പ്രതിബന്ധങ്ങൾ പലതുമുണ്ട്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിന് പല ചിന്തകളും പ്രതിസന്ധികളും വന്ന് പല തടസ്സങ്ങളാണ് വന്നിരിക്കുന്നത്. പലരാണ് നമ്മെ തടയുന്നത്. പലരും കൊണ്ടുവന്നിരിക്കുന്ന ചില ചിന്തകൾ, പലരും കൊണ്ടുവരുന്ന പ്രതിബന്ധങ്ങൾ, പലരും കൊണ്ടുവരുന്ന ചില പ്രയാസങ്ങൾ എല്ലാം നമ്മൾ തടുത്ത് കളയുകയാണ്. നമ്മളെ അടുക്കാൻ കഴിയാതെ വണ്ണം തടുത്ത് കളയുന്ന ഈ ലോകത്തിൻ്റെ ശക്തികൾ, ഈ ആൾക്കൂട്ടങ്ങൾ, ഈ പെരുക്കങ്ങൾ, ഈ പ്രതിബന്ധങ്ങളെല്ലാം നമ്മളെ തടയുമ്പോൾ വിശ്വാസം വർദ്ധിച്ചാൽ ഈ പ്രതിബന്ധങ്ങളെല്ലാം മാറ്റി ഹല്ലേലൂയ, നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തും. യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിയാൽ, വിശ്വാസത്താൽ നമ്മൾ യേശുവിൻ്റെ അടുക്കിലെത്തുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്ന കാര്യം, വിശ്വാസം വർദ്ധിച്ച് ഒന്നാമത് നമുക്ക് സംഭവിക്കുന്ന കാര്യം, നമ്മുടെ പാപങ്ങൾ മോചിച്ച് കിട്ടും. സ്തോത്രം സ്തോത്രം സ്തോത്രം. പാപം മോചിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. എൻ്റെ പാപം ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും കണ്ടില്ല. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചാൽ പാപങ്ങൾക്ക് മോചനം ലഭിക്കും. ഒന്നും കൂടെ പറഞ്ഞാൽ, വിശ്വാസം വർദ്ധിക്കുമ്പോൾ പാപത്തിന് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകില്ല. വിശ്വാസം വർദ്ധിക്കും തോറും പാപം നമ്മെ വിട്ടു പോകും. വിശ്വാസം നമ്മൾ അകന്നു പോകും തോറും പാപത്തിലേക്ക് നമ്മൾ ചലിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതുകൊണ്ടാണ് വിശ്വാസം വർദ്ധിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം. കർത്താവേ, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഗ്ലോറി. പ്രാർത്ഥനയോടെ പറഞ്ഞോട്ടെ, കർത്താവേ, പലപ്പോഴും പാപത്തിൽ നിന്നൊരു മോചനം ലഭിക്കാതെ പാപം വരുത്തുന്ന ചില ചിന്തകൾ, അതിൻ്റെ സ്വാധീന ശക്തികൾ എന്നെ കീഴടക്കി ലോകമോഹങ്ങളിൽ പെട്ടുപോയി സ്വസ്ഥത കളയപ്പെടുമ്പോൾ, സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ സ്ഥിതിയിൽ നിന്ന് മാറി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് തടസ്സമായിട്ടുള്ള വിഷയങ്ങളെ മാറ്റുന്ന വിധത്തിൽ എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വന്നിട്ട് ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരട്ടെ. ആ സാമീപ്യം അനുഭവിക്കുമ്പോൾ അവൻ എന്നിലെ പാപങ്ങൾ മോചിച്ചു തന്ന് വിശ്വാസം പാപമോചനത്തിൻ്റെ കാരണമായി മാറുകയാണ്. വിശ്വാസത്താലല്ലോ നാം കൃപയാൽ, വിശ്വാസം മൂലം ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടത് തന്നെ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഈ വിശ്വാസം വർദ്ധിച്ചാൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. ഒന്നും കൂടെ വ്യക്തമാക്കി ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയും, വിശ്വാസം വർദ്ധിക്കുമ്പോൾ പാപത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതെ നമ്മൾ വിശുദ്ധരായി മാറാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ കർത്താവേ, എനിക്ക് ഒന്നാമത് ആവശ്യം ഈ വിശ്വാസം വർദ്ധിച്ച് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. രണ്ടാമത് നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം. 9:22 മാത്യു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. സ്തോത്രം. വിശ്വാസം വർദ്ധിച്ച ഒരു സഹോദരിയെ കുറിച്ച് നമ്മൾ കാണുകയാണ്. 12 സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. ഒന്ന് ഓർത്തു നോക്കി. വൈദ്യന്മാരാൽ ഒന്ന് സഹിച്ചിട്ടും, പ്രതിബന്ധങ്ങൾക്ക് പണം ഏറെ ചെലവഴിച്ചിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാതിരുന്ന ഒരു രോഗം.
അല്ലെങ്കിൽ മറ്റൊന്ന് പറഞ്ഞാൽ മാറാ രോഗങ്ങൾ സൗഖ്യമാകുന്നത് വിശ്വാസത്താലാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത രോഗങ്ങൾ സൗഖ്യമാക്കുന്നത് വിശ്വാസം കൊണ്ടാണ്, മരുന്നല്ല. ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കുക, വിശ്വാസം വർദ്ധിച്ചാൽ സൗഖ്യമുണ്ട്. ഇനിയും നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് കഴിയും. മരുന്നിനേക്കാൾ പവറുള്ള ഒരു വസ്തുവുണ്ടെങ്കിൽ ലോകത്തിനുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വിശ്വാസം. ആ ഒന്നുകൂടെ പറഞ്ഞാൽ വെറും വിശ്വാസമല്ല, വർദ്ധിച്ച വിശ്വാസം എവിടെയുണ്ടോ അതിന് വീര്യം കൂടിയാണ്. മരുന്നിന് വീര്യം കൂടിയ മരുന്ന് എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിന് വീര്യം കൂടുമ്പോൾ, വിശ്വാസത്തിലൊരു വർധനം ഉണ്ടാകുമ്പോൾ സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. ഇന്ന് അനുഭവിക്കുന്ന സകല രോഗങ്ങളും സൗഖ്യമാക്കപ്പെടും വിശ്വാസത്താൽ, വിശ്വാസത്താൽ, വിശ്വാസത്താൽ. വിശ്വാസം വർദ്ധിച്ചതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, നിനക്ക് പോയി ഒന്ന് തൊടാൻ പറ്റും, എൻ്റെ യേശുവിനെ തൊടാൻ പറ്റും. അയ്യോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ, യേശുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ആ ശബ്ദം പോലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിന്റെ കരം പോയി തൊടുന്നത് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലാണ്. ഒന്നും കൂടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശുവിൻ്റെ പ്രയർ ഷാളിലാണ് തൊട്ടതെന്നാണ് പറയുന്നത്, എൻ്റെ തൊങ്ങലിലാണ് തൊട്ടതെന്ന് പറയുന്നത്. തൊങ്ങല് ഈ ഷാളിൻ്റെ അറ്റത്തുള്ള പ്രയർ ഷാളിലാണ് അറ്റത്തുണ്ടാകുന്ന തൊങ്ങലാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഓർത്ത് നോക്കിയേ, പ്രാർത്ഥനയാൽ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം വരും. പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം വരും. വ്യത്യാസം വന്നിട്ട് വിശ്വാസത്തിന്റെ ശക്തിയാൽ, പ്രാർത്ഥനയാൽ നിനക്ക് യേശുവിനെ തൊടാൻ പറ്റും. അത് അനുഭവമാക്കുന്നതാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ വർധനവിൽ നമുക്കൊന്ന് തൊടാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചു, എന്നാൽ ആ പ്രാർത്ഥന പോരാ കർത്താവേ. വർദ്ധിച്ച വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങേ ഒന്ന് തൊടുന്ന അനുഭവം, അങ്ങേ ഒന്ന് തൊടുന്ന അനുഭവം, അങ്ങേ ഒന്ന് സ്പർശിച്ച് പ്രാർത്ഥിക്കാൻ, അങ്ങേ ഒന്ന് സ്പർശിച്ച് പ്രാർത്ഥിപ്പാൻ എന്നെ ഒന്ന് ശക്തരാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിക്കാതെ എനിക്ക് കർത്താവേ സ്പർശന പ്രാർത്ഥന കിട്ടില്ലേ? സ്പർശിച്ചാൽ നമുക്കറിയുന്നത് ആ പ്രാർത്ഥനയിലൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്, ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തി ബാധയെ മാറ്റി സ്വസ്ഥത നൽകി, സൗഖ്യം നൽകി, വിടുതൽ നൽകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ രോഗസൗഖ്യം ലഭിക്കുന്നതാണ് വിശ്വാസത്തിന്റെ വർധനവിൽ. ഹല്ലേലൂയ. ചില രോഗങ്ങൾ മാറാതെ നിൽക്കുന്നില്ല, ചില വേദനകൾ മാറാതെ നിൽക്കുന്നില്ലേ? എന്തുകൊണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പാസ്റ്റർമാർക്ക് കഴിവില്ല, അവർ കൈവച്ച് പ്രാർത്ഥിച്ച സൗഖ്യം വരേണ്ടതല്ലേ? ഇതൊന്നുമല്ല നിങ്ങൾ പറയേണ്ടത്. കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിച്ചാൽ മതി, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചാൽ. എനിക്കറിയാം, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ കരം ആ പ്രാർത്ഥനയിൽ അങ്ങേ ഒന്ന് തൊടും. അങ്ങേ ഒന്ന് തൊടുമ്പോൾ അങ്ങിൽ നിന്ന് ശക്തി വ്യാപരിക്കും. ആ ദൈവശക്തി ഒന്ന് ഏറ്റെടുക്കാൻ കഴിയട്ടെ, ആ ദൈവശക്തി ഒന്ന് ഏറ്റെടുക്കാൻ കഴിയട്ടെ. ആ ദൈവശക്തി ഏറ്റെടുത്താൽ സൗഖ്യം വരും. അവിടെ ഒന്നും കൂടെ പദം എനിക്ക് എടുത്തു പറയേണ്ട പദമുണ്ട്. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിന്റെ വർധനവിലുള്ള ഒരു പ്രാർത്ഥന എപ്പോൾ പ്രാർത്ഥിക്കുന്നോ ആ പ്രാർത്ഥിച്ച് പിന്നെ 2 ദിവസം കഴിഞ്ഞ് സൗഖ്യം കിട്ടിയെന്നോ ഒരാഴ്ച കഴിഞ്ഞ് സൗഖ്യം കിട്ടിയെന്നല്ല, പ്രാർത്ഥന കഴിഞ്ഞ് ആമേ പറയുമ്പോൾ സൗഖ്യം കിട്ടും. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാല്യത്തിലെ ഒരു വയറുവേദന വന്ന് വളരെ പ്രയാസപ്പെട്ട് കരയുന്ന സമയത്ത് എൻ്റെ ഇളയവങ്ങൾ വന്ന് വിശ്വാസം വർദ്ധിച്ച് അവൾ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്നും പറഞ്ഞ് ചാടിക്കയറി അവളൊരു പ്രാർത്ഥന പറഞ്ഞ് ആമേൻ പറഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോലെ എനിക്ക് സൗഖ്യം ലഭിച്ചു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു വേദന വന്നിട്ടേ ഇല്ല. സൗഖ്യം കിട്ടി ആ നാഴികയിൽ, ആ സെക്കൻഡിൽ സൗഖ്യം വ്യാപരിക്കുന്നത് അനുഭവിച്ചിട്ടുള്ള ദൈവമൊക്കെ സ്തോത്രം. ഒറ്റ കാരണമേ ഉള്ളൂ, വിശ്വാസം വർദ്ധിച്ചിട്ട് എപ്പോൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കും. അവിടെ പറയുന്ന മറ്റൊരു കാര്യം അവിടെ പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ഈ സൗഖ്യത്തിൻ്റെ പിന്നിലെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ വിശ്വാസം. ഒന്നും കൂടെ പറയാം, രോഗസൗഖ്യത്തിന് അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട്? വർദ്ധിക്കാതെ മാർഗമില്ലേ? അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിച്ച് രോഗസൗഖ്യം പ്രാപിക്കാനായിട്ട് കഴിയട്ടെ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15:28, 15:28. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. സന്ദർഭം നമുക്ക് നന്നായിട്ട് അറിയാം. കനാന്യ സ്ത്രീ വരുന്നതാണ്. അവളെ ഒരു വിധത്തിലും സൗഖ്യം പ്രാപിക്കാനായിട്ട് അവളുടെ പ്രാർത്ഥനാ വിഷയത്തിന് യേശു ശ്രദ്ധ കൊടുക്കുന്നേ ഇല്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവളുടെ വിശ്വാസം ചോർന്നു പോയില്ല, അവളുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. യേശുവിനെ അനുഗമിക്കുന്നവർക്ക്, പ്രാർത്ഥനയിൽ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് വിശ്വാസം ചോർന്നു പോകില്ല, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. റെക്കമെൻഡേഷൻ ആരുമില്ല, എങ്കിലും വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു.
അവളുടെ വിശ്വാസം വർദ്ധിച്ചു കൊണ്ടപ്പോൾ അവളുടെ പ്രാർത്ഥന വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ പ്രാർത്ഥന തീർന്നു പോകുന്നതിന് കാരണം വിശ്വാസം കുറഞ്ഞു പോയാൽ പ്രാർത്ഥന 2 വാചകത്തിലും 3 വാചകത്തിലും തീർന്നു പോകും. പ്രാർത്ഥന അല്പം മുന്നോട്ട് വരുന്നതിന് കാരണം എന്താ? എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതാണ്. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥന ദീർഘിച്ചു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് സമയം വർദ്ധിക്കുമ്പോൾ പറയുന്നത് സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറയുന്നതിന് കാരണം അതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയും. ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥന ദീർഘിച്ചു പോകാൻ സാധ്യതയുണ്ട്. ദീർഘിച്ചു പോയാലും ഉറപ്പാണ്, എൻ്റെ യേശു തിരിഞ്ഞു നോക്കുന്നൊരു സമയമുണ്ട്. യേശു തിരിഞ്ഞു നോക്കുന്ന സമയമുണ്ട്. ആ പ്രാർത്ഥനയിൽ എപ്പോഴാണ് നിന്റെ വിശ്വാസം തണുത്തു പോകാതെ വീണ്ടും ശക്തിപ്പെട്ടിരിക്കുന്നതെന്ന് കാണുന്നത്? നിന്റെ വിശ്വാസം വലിയതെന്ന് എൻ്റെ ദൈവം മാർക്കിടുന്ന സമയമുണ്ട്. പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവത്തിന് അറിയാം. എൻ്റെ യേശു നോക്കിയിട്ട് പറയും, നിന്റെ വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു, വലിയ വിശ്വാസം നിന്നിൽ കാണുന്നു. ചോർന്നു പോയിട്ടില്ല. ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴും, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരുന്നപ്പോഴും, ഹല്ലേലൂയ, നിന്റെ വിശ്വാസം ചോർന്നു പോകാതെ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവിടെ കർത്താവ് പറയാണ്, 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞത്. നിന്റെ ഇഷ്ടം. പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്ന കാര്യം പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ ഇഷ്ടങ്ങളാണ്. കർത്താവ് പറയുക, നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ, നിന്റെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടങ്ങൾ സാധിക്കും. നമ്മുടെ പല ആഗ്രഹങ്ങൾ സാധിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം മറ്റൊന്നുമല്ല, വിശ്വാസം വർദ്ധിച്ചാൽ മതി. ദൈവമക്കളുടെ ഇഷ്ടങ്ങൾ സാധിക്കും. യഹോവയെ തന്നെ രക്ഷിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. ഹൃദയത്തിലെ ആഗ്രഹം തരും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാ. എന്താ ആഗ്രഹങ്ങൾ നടക്കാത്തതിന് കാരണം? വിശ്വാസത്തിൻ്റെ കുറവല്ലേ? വിശ്വാസത്തിൻ്റെ കുറവല്ലേ? വിശ്വാസം ഒന്ന് വലുതാക്കിയേ. വിശ്വാസം ഒന്ന് വലുതായി, ചെറിയ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ചെറിയ വിശ്വാസം ഒന്ന് വലിയ വിശ്വാസത്തിലേക്ക് ഒന്ന് കയറട്ടെ. വലിയ വിശ്വാസമായി മാറുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കും. രണ്ടാമത് അതിൽ സംഭവിച്ച കാര്യം, മകൾക്ക് സൗഖ്യം ലഭിച്ചെന്ന്, ആ ഭൂതോദ്രവത്വം വിട്ടുമാറിയെന്ന് പറഞ്ഞത്. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം വർദ്ധിച്ചാൽ നമ്മുടെ തലമുറയ്ക്ക് വിടുതലാണ്. നമ്മുടെ തലമുറയ്ക്ക് വിടുതൽ കിട്ടാത്തതിന് കാരണം എന്താ? നമ്മുടെ തലമുറയ്ക്ക് ചില വിടുതലുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത്, ദൈവസഭയിൽ ആവശ്യമായിരിക്കുന്നത്, ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. വലിയ വിശ്വാസത്തിലേക്ക് ഒന്ന് കയറട്ടെ. വലിയ വിശ്വാസത്തിലേക്ക് ഒന്ന് സ്റ്റെപ്പ് എടുത്ത് വെക്കട്ടെ. ഇന്ന് ഈ രാത്രി സമയം പരിശുദ്ധാത്മാവോട് സംവാദിക്കുകയാണ്. വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കട്ടെ, വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. എനിക്കറിയാം എൻ്റെ വിശ്വാസം വലുതെന്ന്. പ്രാർത്ഥനയിൽ കർത്താവ് കാണുമ്പോൾ എൻ്റെ തലമുറയ്ക്ക് ഹല്ലേലൂയ, ദൂട്ടനിട്ട പോരുകളിൽ നിന്ന് ഒരു സമ്പൂർണ്ണ ജയം ലഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ രോഗശാന്തി മാത്രമല്ല, ഭൂതശാന്തിയുമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, തലമുറയെ ബന്ധിക്കുന്ന സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോഴാണ്. ഒന്നുകൂടെ എടുത്തു പറയട്ടെ, മാതാപിതാക്കൾക്ക് വിശ്വാസം എപ്പോൾ വർദ്ധിക്കുന്നു, വലിയ വിശ്വാസമുണ്ടോ, നമ്മുടെ തലമുറയുടെ വിടുതൽ നമ്മിലൂടെ വ്യാപരിക്കും. ഹല്ലേലൂയ. എന്നിലൂടെ എൻ്റെ തലമുറയ്ക്ക് ഒരു വിടുതൽ ലഭിക്കട്ടെ. കർത്താവേ, എൻ്റെ തലമുറയുടെ വിടുതലിന് തടസ്സമായി ഹല്ലേലൂയ, അവളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾക്ക് കാരണമായിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ എന്നിൽ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ, ശക്തിയോടെ ഓരോ ദിവസവും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു അല്പം ദിവസങ്ങൾ നീണ്ടുപോയാലും ഞാൻ വിളിച്ചു പറയാം, വിശ്വാസത്തിന്റെ വലിപ്പം കാണുമ്പോൾ എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്ന നാഴിക വരിക തന്നെ ചെയ്യും. സ്തോത്രം. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കിടക്കട്ടെ. 4-ാമത്തെ കാര്യം പറയാനായിട്ട് താല്പര്യമാണ്. 4-ാമത്തത് മത്തായിയുടെ സുവിശേഷം 21:21. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോടെ ചെയ്തത് നിങ്ങളും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയ ഭാഗം തന്നെയാണ്. എങ്കിലും അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ. ഞാൻ പറഞ്ഞു, ഈ മലയോട് ചാടിപ്പോകാൻ പറയുന്ന കാര്യവും അത്തിയോട് ശപിച്ചപ്പോൾ അത് ഉണങ്ങിയത് കാര്യമൊക്കെ, അതായത് നിർജീവ വസ്തുക്കൾ എന്നല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യരല്ലാത്ത വ്യക്തികളിൽ വ്യാപരിക്കുന്ന ചില അത്ഭുതങ്ങൾ, പ്രകൃതിമേൽ നടക്കുന്ന അത്ഭുതങ്ങൾ, അതൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. അതെങ്ങനെ നടക്കുമെന്ന് പറയുന്നത്? നിങ്ങൾ സംശയിക്കാതെ. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ സംശയമാണ്. സംശയം മാറ്റി വിശ്വാസം വർദ്ധിച്ചാൽ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. അതിന് ഞാനിങ്ങനെ പറയാറുണ്ട്, ഇതൊക്കെ അസംഭവ്യമായ കാര്യമാണ്. സാധിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറ്. സാധിക്കില്ലെന്ന് തോന്നുന്ന വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കണം. ഞാനതിന് സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്. മക്കളില്ലാത്ത, തലമുറകളില്ലാത്ത പ്രിയപ്പെട്ട ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അവർക്കൊരു 10-60 വയസ്സ് കഴിഞ്ഞു,
അവർ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുകയൊന്നുമില്ല. നമുക്കറിയാം അബ്രഹാമിന് മക്കളെ കൊടുത്ത ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് നമുക്കറിയാം. എലിസബത്തിനും സക്രിയാവിനും മകനെ കൊടുത്ത ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് അറിയാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ചരിത്രങ്ങളെ നമുക്കറിയാം. എന്നിട്ടും നമ്മൾ ഇന്നേ വരെ അങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. എന്താ കാരണം? നമുക്ക് അതിനുള്ള വിശ്വാസമില്ല. അതിൻ്റെ അർത്ഥമാണ് നമുക്ക് വിശ്വാസത്തിൽ വളരെ ശോചനീയമായ അവസ്ഥയാണ്. കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ പറ്റൂ. എങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കേണ്ടത്? ഒരു വിധത്തിൽ സാധ്യമല്ലെന്ന് മനസ്സ് പറയുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ലോകം പറയുന്ന വിധി എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിപ്പാനായിട്ടാണ് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ നാളുകളിൽ നമുക്ക് കഴിയാതിരിക്കുന്ന വിഷയത്തിൽ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചാൽ സാധിക്കില്ലെന്ന് കരുതുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കണം. ഓ ഓ ഓ ചില നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ ചാർച്ചകളിൽ, നമ്മൾ അറിയുന്ന പ്രിയപ്പെട്ട സ്നേഹിതന്മാരിൽ ചില വിഷയങ്ങൾ നമുക്കറിയാം സാധിക്കില്ലെന്ന് വിധി എഴുതിപ്പെട്ട് കഴിഞ്ഞു. അവരും എഴുതി തള്ളിയതായിരിക്കാം. എന്നാൽ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചിട്ട് നമ്മളൊന്ന് പറഞ്ഞ് ആ അത്തി ഉണങ്ങിയതുപോലെ ചിലത് ഉണക്കേണ്ടതിന് ഉണക്കാനും, ചിലതിന് മുന്നോട്ട് കൊണ്ടുപോയി കടലിൽ കൊണ്ട് ചാടിക്കണോ, കടലിൽ കൊണ്ടുപോയി മല കൊണ്ടുപോയി ഇടണമോ, അതിന് സാധിക്കുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ വിധത്തിലേക്ക് വിശ്വാസം വർദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ ലെവല് നമ്മൾ എത്രയോ പിന്നിലാണെന്ന് തിരിച്ചറിയാം. വിശ്വാസത്തിൻ്റെ ലെവല് നമ്മൾ എത്രയോ പിന്നിലാണ്. കടുകുമണി പോലുള്ള വിശ്വാസം പോലും നമുക്കില്ലാതിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ച് വിശ്വാസത്തിൻ്റെ ഈ വലിയ ലെവലിലേക്കൊന്ന് എത്തണം. വിശ്വാസത്തിൻ്റെ അന്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രക്ഷയാണെന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ ലഭിക്കുന്നത് തന്നെ വിശ്വാസത്തിൻ്റെ ആ വലിയ ലെവലിൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ രക്ഷയുടെ പൂർത്തീകരണം എത്തുന്നത്. അവിടെ എത്തണമെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചേ പറ്റുമോ? അപ്പോൾ വിശ്വാസത്തിൻ്റെ ലെവലുകൾ നമ്മൾ കയറി മുന്നോട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഈ ലെവലിലേക്ക് ഒന്ന് എത്തുവാനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ. അഞ്ചാമത്തത് പറയാം. റോമാലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. റോമർ ചാപ്റ്റർ 4 വേഴ്സ് 9. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം, നമ്മൾ അറിയപ്പെടുന്ന വിശ്വാസത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു വിശ്വാസമാണ് അബ്രഹാമിൻ്റെ. സ്വന്തം തലമുറയെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് അതിൻ്റെ പറയാൻ പോലുമുള്ള ശക്തി നമ്മുടെ വിശ്വാസത്തിലില്ല. എന്നാലൊന്ന് ഓർത്തു നോക്കിയേ, അത്ര വലിയ വിശ്വാസം, ആ വിശ്വാസത്തെ ദൈവം കണ്ടു, നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ ദൈവം അംഗീകരിച്ചു. ഒന്നും കൂടെ എടുത്തു പറയാം, എന്താണ്? നമ്മെ വിശ്വാസിയായി അംഗീകരിക്കുന്നത് നമ്മുടെ വിശ്വാസം കണ്ടിട്ടാണ്. ഒന്നും കൂടെ പറയാൻ, ദൈവമകളായി അംഗീകരിക്കുന്നതിൻ്റെ പദമാണ് നീതീകരണം. നമുക്കറിയാം രക്ഷയുടെ 3 തലങ്ങളുണ്ടല്ലോ. ത്രികാല അനുഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾക്കറിയാം നീതീകരണം. കർത്താവ് നീതീകരിച്ചാൽ പിന്നെ ആർക്കും കുറ്റം വിധിക്കാൻ കഴിയില്ല. ഈ നീതീകരണം പ്രാപിച്ചാലാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയുന്നത്. കർത്താവ് നീതീകരിച്ചതിനെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. അവൻ വിശുദ്ധനെന്ന് യേശു അങ്ങ് വിളിച്ചാൽ പിന്നെ ആർക്കും കുറ്റം വിധിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിശാചിന് ഒന്നും പറയാൻ പറ്റില്ല. അവൻ നമ്മെ നോക്കി പറയാണ്, ഇവൻ വിശുദ്ധനായിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞാൽ എന്നെ അങ്ങ് നീതീകരിച്ചു. എനിക്ക് ഒത്തിരി തെറ്റുണ്ട്, ഒത്തിരി കുറവശങ്ങളുണ്ട്. എന്നിട്ട് അതെല്ലാം കണക്കിടാതെ കർത്താവ് പറഞ്ഞു, നിന്നെ വിശുദ്ധനായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അത് എങ്ങനെയാണ് അംഗീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് വിശ്വാസം. നമ്മിൽ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് അംഗീകരിക്കുകയുള്ളൂ. നമ്മുടെ പുണ്യപ്രവൃത്തി കണ്ടിട്ട്, നമ്മുടെ വിശുദ്ധി നോക്കിയിട്ടല്ല കർത്താവ് നമ്മെ അംഗീകരിക്കുന്നത്. നമ്മിൽ വിശ്വാസം ഉണ്ടോ? യേശുവിലുള്ള വിശ്വാസം. ഹല്ലേലൂയ! ആ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? എന്താ നമ്മുടെ യേശുവിലുള്ള വിശ്വാസം? യേശു എൻ്റെ രക്ഷകനാണെന്നുള്ള വിശ്വാസം. അത് ഉറപ്പിച്ചും തറപ്പിച്ചും നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കണം. എങ്ങനെയാ? യേശു എന്നെ രക്ഷിക്കും. എൻ്റെ കുറവശങ്ങൾ ഉണ്ടായിട്ടും യേശു എന്നെ രക്ഷിച്ച് സ്വർഗരാജ്യത്തിൽ എന്നെ പ്രവേശിപ്പിക്കും. അതിൻ്റെ പേരാണ് നീതീകരണം. ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ മരണത്തെ നമ്മൾ ഭയക്കും, മരണത്തെ നമ്മൾ പേടിക്കും. നമ്മൾ ഭാവിയെക്കുറിച്ച് നമുക്ക് പ്രത്യാശയില്ലാത്തവരായി മാറും. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നമ്മൾ ദുഃഖിക്കാൻ ഇടവരും. അത് വരാതിരിക്കണമെങ്കിൽ അബ്രഹാമിനുള്ള വിശ്വാസം പോലെ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ച വിശ്വാസം വേണം. വർദ്ധിച്ച വിശ്വാസം, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലെന്ന് പറയുന്ന ഒരു ശക്തമായ വിശ്വാസം, ആ രക്ഷകനെ കുറിച്ചുള്ള വിശ്വാസം, അത് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് നീതീകരണം. ആ നീതീകരണം പ്രാപിച്ചാൽ നിശ്ചയമായും നമ്മൾ സ്വർഗരാജ്യം പ്രാപിക്കും. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. സമയം നമുക്ക് നമ്മുടെ മുന്നിൽ തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ 5 വിഷയം മാത്രം പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. തുടർന്നുള്ള